അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ ഇംഗ്ലീഷിൽ കാലിഗ്രാഫി, അതുകൊണ്ട് എന്തുപയോഗമാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇംഗ്ലീഷ് കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിൻ്റെ ഒരു ആർട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാലിഗ്രാഫി. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, അവരുടെ എഴുത്ത് ശരിയാവുന്നില്ല, അവർക്ക് കർസീവിൽ എഴുതാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് കാലിഗ്രാഫി നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ സ്കില്ല് അത് നല്ല പോലെ ഇമ്പ്രൂവ് ആവും. കാരണം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുറേ ആൾക്കാർ അതിനുള്ള ഒരു നല്ല കമൻറ്റ് എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കല്യാണങ്ങളിൽ മറ്റ് പരിപാടികളിലൊക്കെ സേവ് ദ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ആ ഒരു സേവ് ദ ഡേറ്റ് നമുക്ക് കൈപ്പടയിൽ എഴുതണം എന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് കാലിഗ്രാഫി പഠിച്ച ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ഈ ഒരു കാലിഗ്രാഫിക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. ആ ടൂൾസിനെ കുറിച്ചുള്ള ചെറിയൊരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് വെക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്രഷ് പെൻസ്. കണ്ടില്ലേ, ഇത് കുറേ എണ്ണം ഉണ്ട്. ഇത് കുറച്ചെണ്ണം നിങ്ങൾക്ക് ഡെമോക്ക് വേണ്ടി എടുത്തതാണ്. ഇത് നല്ലൊരു ബ്രഷ് പെൻസാണ്, നല്ലൊരു കമ്പനി, നല്ലൊരു ബ്രഷ് പെന്നാണ്. ഇതിൻ്റെ നിബ്ബ് എങ്ങനെയാണ് വരുന്നുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ നിബ്ബ് വന്നിട്ട് ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജായിരിക്കും ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ സൂപ്പർ സോഫ്റ്റ് ബ്രഷ് പെന്നാണിത്. കോംസ് എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. ഒരു അടിപൊളി ബ്രഷ് പെന്നാണ്, നമുക്ക് യൂസ് ചെയ്യാൻ സിമ്പിളാണ്. ഇതിൻ്റെ എഡ്ജ് കണ്ടില്ലേ, ഈ ഒരു ആകൃതിയിലുള്ള എഡ്ജുള്ള ഏത് ബ്രഷ് പെൻസും നമുക്ക് യൂസ് ചെയ്യാം. ഇത് നല്ലൊരു സജഷനാണ് കേട്ടോ, നല്ലൊരു ബ്രഷ് പെന്നാണ്. ഇനി അടുത്തതായിട്ടുള്ളത് കാലിഗ്രാഫിയുടെ പെന്നാണ്. അത് ഞാൻ കാണിക്കാം. ഇതാണ് കാലിഗ്രാഫി പെന്ന്. ഈ കാലിഗ്രാഫി പെന്ന് വന്നിട്ട് ആർട്ട് ലൈൻ്റെ കാലിഗ്രാഫി പെന്നാണ്. 1.0 എന്ന് പറയുന്ന സൈസാണ്. 2, 3 അങ്ങനെ പല സൈസിലുണ്ട്. ഇതിൻ്റെ നിപ്പ് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല, അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്ക് ക്ലിയർ ആക്കി തരാം. ഇത് നല്ല ഒരു മെത്തേഡാണ്. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ടുള്ളത്. വെരി സിമ്പിൾ എന്ന് വെച്ചാൽ വെരി സിമ്പിളാണ്, ഒരു എളുപ്പപ്പണിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ നിബ്ബ് വന്നിട്ട് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഈ ഒരു ടൈപ്പിലുള്ള നിബ്ബുള്ള മാർക്കേഴ്സ് മാത്രം നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സൂപ്പർ ചിസൽ മാർക്കറാണ്. ഈ ഒരു ടൈപ്പ് ആകൃതിയിലുള്ള വേണം. ഇതിൻ്റെ ഈ ഒരു ആകൃതി തന്നെയാണ് നമ്മുടെ കാലിഗ്രാഫി പെന്നിൻ്റെയും ആകൃതി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതും നല്ല അടിപൊളിയാണ്. ഇത് നമ്മുടെ സൈസ് വന്നിട്ട് 6 ആണ്. ഇത് ആക്സസിൻ്റെ ഒരു കമ്പനിയുടേതാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനി വേണേലും വാങ്ങാം, പക്ഷേ ഇതിൻ്റെ എഡ്ജ് കണ്ടില്ലേ, ഷാർപ്പായിട്ടുള്ള എഡ്ജ് തന്നെ നോക്കിയിട്ട് വാങ്ങാം. ഇതാണ് ഈ ഒരു പെയിൻറ്റിങ് ബ്രഷിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ താങ്ക് യു. അസ്സലാമു അലൈക്കും.